Hello everyone and welcome to Mehars Kitchen. ഇന്ന് നമുക്ക് ഒരു ഡിഫറെൻറ്റ് ചിക്കൻ്റെ ഗ്രേവി നോക്കാം. ഒരു നല്ല ടേസ്റ്റിയായ കറിയാണ്. ചിക്കനും ഉലുവയിലിട്ടിട്ടും ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. നല്ല ടേസ്റ്റിയാണ്, പിന്നെ നല്ല ക്രീമിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി മമ്മിനോട് ചോദിച്ചാലോ? ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഉലുവയിലാണ്. ഉലുവയില ആദ്യം ശരിയാക്കിയിട്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു 3 കപ്പോളം ഉണ്ടാവും, 3 കപ്പ് നിറച്ചിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 3/4 കിലോ ചിക്കനാണ്. ചിക്കൻ ഇങ്ങനെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 3/4 കിലോ ചിക്കനാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 2 തക്കാളി എടുത്തിട്ട് ഇങ്ങനെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാള നമുക്ക് ഇങ്ങനെ പേസ്റ്റാക്കി എടുക്കാം. പിന്നെ ആവശ്യമുള്ളത് 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. പിന്നെ ഒരു 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. പിന്നെ ആവശ്യമുള്ളത് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഗരം മസാലകളാണ്, ഹോൾ സ്പൈസസ്. ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു 4-5 ഏലക്ക, പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ ഷാജീരകം, പിന്നെ 4-5 ഗ്രാമ്പൂ, 1/2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട. പിന്നെ ആവശ്യമുള്ളത് ഒരു ബേ ലീഫാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ കറി ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു കടായി അല്ലെങ്കിൽ പാൻ എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമുക്കിത് ശരിയാക്കി എടുക്കേണ്ടത്. എന്നിട്ട് ഓയിലൊന്ന് ചൂടായി തുടങ്ങിയാൽ ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജീരകം ഇതെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ഒരു 1-1.5 മിനിറ്റ് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ നല്ലൊരു മണം വരും. അതുവരെ നമുക്കിത് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴറ്റി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഹൈ ഫ്ലെയിമിലേക്ക് ആക്കിടാം. ചിക്കൻ എടുത്ത് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റുന്ന വരെ, കളറൊന്ന് വൈറ്റ് കളറാവണ വരെ നമുക്ക് നന്നായിട്ട് ഇത് മിക്സാക്കിയിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ മാറിയിട്ട് വൈറ്റ് കളറായിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം ഉണ്ടായിരുന്നതൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള പേസ്റ്റും തക്കാളി പേസ്റ്റും പിന്നെ മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. നന്നായിട്ട് ഇത് മസാല എല്ലാം ഇതിലേക്ക് മിക്സാക്കിയെടുക്കാം. മിക്സാക്കിയതിന് ശേഷം ഇത് മീഡിയം ടു ലോ ആക്കിയിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് ശരിയാക്കിയെടുക്കാം. ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം. അതുവരെ നമുക്കിത് ശരിയാക്കിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം ഇതൊക്കെ ശരിയാക്കിയെടുക്കാൻ. അപ്പോൾ അത് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷം എണ്ണയൊക്കെ ഇങ്ങനെ പുറത്ത് നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഈ എണ്ണയിൽ തന്നെ ഈ ചിക്കനൊക്കെ നന്നായിട്ട് വറുത്തെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ 2-3 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇത് ശരിയാക്കിയെടുക്കാം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ഈ മസാല ആ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ആ എണ്ണ അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നത് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ആ എണ്ണയിൽ കിടന്നിട്ട് ഈ മസാല നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ച ചുവയൊക്കെ മാറണം. അതുവരെ നന്നായിട്ട് കുക്കാക്കിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് മേത്തി ലീവ്സ് ഇട്ട് കൊടുക്കാം, ഉലുവയില. എന്നിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് വഴറ്റിയെടുക്കാം. 2-3 മിനിറ്റ് ഇളക്കിക്കൊണ്ട് നമുക്ക് മേത്തി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചിക്കൻ്റെ ഒപ്പം നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ 2-3 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഗ്രേവിക്ക് അനുസരിച്ച് ഇത് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആദ്യം ഞങ്ങൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്ത് കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് തിക്ക് വേണമെങ്കിൽ തിക്ക് ഗ്രേവി ആക്കാം, ലൂസായിട്ട് വേണമെങ്കിൽ ലൂസ് ഗ്രേവി ആക്കാം. പക്ഷേ ഇത് തിക്ക് ഗ്രേവിയാണ് ഒന്നുകൂടി ടേസ്റ്റ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞങ്ങൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റിന് ശേഷം ചിക്കന് ഇങ്ങനെ എണ്ണയൊക്കെ പുറത്ത് തരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനി ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് കുക്കിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഇതില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുക്കിംഗ് ക്രീം നമ്മൾ ജസ്റ്റ് ഒരു എക്സ്ട്രാ ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 5 മിനിറ്റ് തള വരുന്നവരെ, ബോയിൽ വരുന്നവരെ നമുക്കിത് ശരിയാക്കിയെടുക്കാം. അപ്പോൾ അതാ 5 മിനിറ്റിന് ശേഷം നമ്മൾ അടിപൊളി മെഥി ചിക്കൻ റെഡിയാണ്. നല്ല മണം വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയ ഒരു തിക്ക് ഗ്രേവി ആയ ഒരു കറിയാണ്. ഗ്രേവി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യാം. എന്നിട്ട് പൊറോട്ട, പത്തിരി, ചോറ്, ചപ്പാത്തി എന്തിനു വേണമെങ്കിലും കഴിക്കാം, കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. വളരെ വ്യത്യസ്തമായൊരു ക്രീമി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.